चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नामश्रेष्ठं मनमपि शचिपुत्रमत्र स्वरूपं रूपं तस्याग्रजमुरुपुरीं माधुरीं गोष्ठवातीं राधाकुण्डं गिरिवरमहो राधिका माधवासां प्राप्तो यस्य प्रथितकृपया श्रीगुरुं तं नतोऽस्मि। ഇന്ന് നമ്മൾ ചൈതന്യ ചരിതാമൃതം ആദിലീലയിലെ 15-ാമത്തെയും 16-ാമത്തെയും അധ്യായങ്ങൾ പരിശോധിക്കാം എന്ന് വിചാരിക്കുന്നു. കാരണം 15-ാമത്തെ അധ്യായം വളരെ ചെറുതാണ്. 34 ശ്ലോകങ്ങളുള്ള ഭഗവാന്റെ പൗഗണ്ഡ ലീല ആണ് 15-ാമത്തെ അധ്യായം. അപ്പോൾ അധ്യായം തുടങ്ങുന്നത് തന്നെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് പ്രകീർത്തിക്കുന്ന ശ്ലോകത്തിലാണ് അധ്യായം തുടങ്ങുന്നത്. കുമന സുമനസ്ത്വം ഹി യാതി യസ്യ പദാബ്ജയോ സുമനോർപ്പണമാത്രേണ തം ചൈതന്യപ്രഭും ഭജേ. വളരെ അത്ഭുതകരമായ ഒരു ശ്ലോകമാണ്. കുമനഃ സുമനസ്ത്വം ഹി യാതി യസ്യ പദാബ്ജയോ സുമനോർപ്പണമാത്രേണ തം ചൈതന്യപ്രഭും ഭജേ. അതായത് കുമന, വളരെ അധികം കുമനസ്സോടു കൂടിയ എന്ന് പറഞ്ഞാൽ ഭൗതികതയിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തി പോലും ഒരു യാതി യസ്യ പദാബ്ജയോ സുമനോർപ്പണമാത്രേണ, ചൈതന്യ മഹാപ്രഭുവിൻ്റെ പാദാരവിന്ദങ്ങളിൽ ഒരു പുഷ്പം സമർപ്പിച്ചാൽ ആ ഏറ്റവും വലിയ ഭൗതികവാദിയായിരിക്കുന്ന വ്യക്തി പോലും ഒരു ഭക്തനായി മാറും എന്ന് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുകയാണ്. അതായത് അത്രയധികം കാരുണ്യവാനാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. നമ്മൾ ചൈതന്യ ചരിതാമൃതം പരിശോധിക്കുമ്പോൾ ഈ ആദിലീലയിലെ തന്നെ നമ്മൾ ഓരോ അധ്യായത്തിലും ആ തുടങ്ങുന്ന ശ്ലോകം നമ്മളൊന്ന് കോർത്തിണക്കി പരിശോധിച്ചാൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചിട്ട് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയുടെ വർണ്ണന എത്ര സുന്ദരമാണ്. എന്തെല്ലാം തരത്തിലുള്ള ഉപമകളാണ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി നൽകുന്നതെന്നുള്ളത് വളരെ അത്ഭുതകരമാണ്. നമ്മളത് അങ്ങനെ ഒന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വലിയ ഗുണമുണ്ടാകും. കാരണം ചൈതന്യ മഹാപ്രഭുവിനെ എങ്ങനെയെല്ലാം സ്മരിക്കാം. നമ്മൾ പെട്ടെന്ന് നമ്മൾ പറയും ചൈതന്യ മഹാപ്രഭു കാരുണ്യവാനാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര കാരുണ്യമുള്ള വ്യക്തിയാണ് മഹാപ്രഭു. ഇതിൻ്റെ എല്ലാം നമുക്ക് എന്താ പറയുക, കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയെ പോലുള്ളൊരു കവിവര്യൻ അത് അത്ര സുന്ദരമായ ഉപമകളോട് കൂടിയിട്ട് നമ്മൾ ഓരോ അധ്യായവും തുടങ്ങുമ്പോൾ വായിക്കുന്നുണ്ട് ഓരോ ശ്ലോകം എപ്രകാരമാണ് കവിരാജ് ഗോസ്വാമി മഹാപ്രഭുവിനെ വന്ദിക്കുന്നതെന്ന്. ആ ഓരോ ശ്ലോകവും ഒന്ന് കോർത്തിണക്കി നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിസുന്ദരമാണ്. ഇതിലും വൃത്തിയായിട്ട് അല്ലെങ്കിൽ ഇതിലും സുന്ദരമായിട്ട് മഹാപ്രഭുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചിട്ട് പറയുക എന്ന് പറയുന്നത് ഇതെല്ലാം വലിയ ഭക്തന്മാരെ കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമാണ്. ഈ വരുന്ന അധ്യായത്തിൽ തന്നെ കവിവര ശ്രുതിധര എന്ന് പറയുന്ന 2 കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു സംസാരം വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ കാണാം. അതായത് ഈ അധ്യായം എന്ന് പറയുന്നത് ഭഗവാന്റെ പൗഗണ്ഡം 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള ഭഗവാന്റെ ലീലകളെക്കുറിച്ചിട്ട് വളരെ സംക്ഷിപ്തമായിട്ട് മാത്രമാണ് കവിരാജ് ഗോസ്വാമി വർണ്ണിക്കുന്നത്. കാരണം അദ്ദേഹം പറയുന്നു ഇതിനെക്കുറിച്ചിട്ടുള്ള വർണ്ണന വളരെ അധികം വൃന്ദാവൻ ദാസ് ഠാക്കൂറിൻ്റെ ചൈതന്യ ഭാഗവത്തിലുള്ളത് കൊണ്ടിട്ട് വളരെ കുറച്ച് മാത്രമേ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ചൈതന്യ മഹാപ്രഭു
തൻ്റെ പഠനം തുടങ്ങിയത് സംസ്കൃത വ്യാകരണം പഠിച്ചു തുടങ്ങിയ ഗംഗാദാസ് പണ്ഡിതൻ്റെ അടുത്ത് നിന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ചൈതന്യ ചരിതാമൃതം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംസ്കൃത വ്യാകരണത്തിൻ്റെ നിയമങ്ങളും നിർവചനങ്ങളുമെല്ലാം ചൈതന്യ മഹാപ്രഭു ഒറ്റത്തവണ കേൾക്കുമ്പോൾ തന്നെ കാണാതെ പഠിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ പഞ്ചി ടീക്ക എന്നറിയപ്പെടുന്ന ഒരു വ്യാകരണ കൃതി പൂർണ്ണമായും ഹൃദിസ്ഥമാക്കി എന്ന് പറയുന്നു. സംസ്കൃത വ്യാകരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സാധാരണഗതിയിൽ സംസ്കൃതത്തിൽ വ്യാകരണം പഠിക്കുവാനായിട്ട് 12 വർഷക്കാലം ചുരുക്കം എടുക്കും എന്നാണ് ഒരു സാധാരണഗതിയിലുള്ള ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി സംസ്കൃത വ്യാകരണം പഠിക്കണമെങ്കിൽ 12 വർഷം പിടിക്കും. അപ്പോൾ ഇതാണ് ഈ നമ്മൾ പറയുന്ന ഈ സംസ്കൃത വ്യാകരണം എന്ന് പറയുന്നത് എത്രമാത്രം വിപുലമായിട്ടുള്ള ഒന്നാണ് എന്ന്. ഇത് വേദാംഗങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് ഈ വ്യാകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഛന്ദസ്, വ്യാകരണം, നിരുക്തി, ഈ 3 പഠിച്ചു കഴിയുമ്പോൾ മാത്രമേ ഒരുത്തന് സംസ്കൃതത്തിലെ ഒരു സെൻറ്റൻസ് തന്നെ പറയാൻ പറ്റുള്ളൂ. ഛന്ദസ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ഫോർമേഷൻ. ഛന്ദസ് എന്ന് വെച്ചാൽ ഒരു ശ്ലോകം. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സംസ്കൃതത്തിലുള്ള ഓരോ ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ അതിനൊരു പദ്ധതിയുണ്ട് ആ വായനയ്ക്ക്. അപ്പോൾ അത് ഛന്ദസ്, അതാണ് ഛന്ദസ്. അപ്പോൾ ഒരു ഛന്ദസ്സിൽ എങ്ങനെ ഒരു വാക്യം എഴുതാം, അപ്പോൾ അതിന് വ്യാകരണം വളരെ പ്രധാനപ്പെട്ടാണ്. ഇതുകൂടാതെ നിരുക്തി എന്ന് പറയുന്നത് സംസ്കൃതത്തിലെ അതിൻ്റെ നിയറസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഡിക്ഷണറി എന്ന് നമുക്ക് പറയാം. പക്ഷേ സംസ്കൃതം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഈയിടെയായിട്ടൊരു പണ്ഡിതൻ്റെ അടുത്തുനിന്ന് കേട്ടതാണിത്. സംസ്കൃതവും നമ്മുടെ ആധുനികമായിട്ടുള്ള കോഡിംഗ് ലാംഗ്വേജസ് എന്ന് പറയും കമ്പ്യൂട്ടറിലൊക്കെ. അതുകൊണ്ടാണ് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനങ്ങളിൽ പറയുന്നത് സംസ്കൃതം കോഡിങ്ങിന് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു ലാംഗ്വേജ് ആണെന്ന്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ കോഡിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ബേസ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കൊടുക്കും. എന്നിട്ട് അതിനെ വെച്ച് കൺസ്ട്രക്റ്റ് ചെയ്ത് നമുക്ക് എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാൻ പറ്റും. എനിക്ക് വളരെ ചെറിയ നോളജ് ഈ കാര്യത്തിലുള്ളൂ. എന്നെക്കാളും പണ്ഡിതന്മാർ ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ക്ഷമിക്കണം, ചിലപ്പോൾ ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടാവാം. പക്ഷേ ഈ കോഡിംഗ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നൽകിയിട്ട് അത് വച്ച് നമ്മൾ എങ്ങനെയാണോ അതിനെ ബിൽഡ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ സംസ്കൃതത്തിലും ഈ നിരുക്തി എന്ന് പറയുന്ന അതിനകത്ത് നിരുക്തിക്കുള്ളിലുള്ളത് ഈ ഓരോ വാക്കും, ഇത് നമ്മൾ സംസ്കൃതം ഒരു ശ്ലോകം വായിക്കുമ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് നമ്മൾ ആചാര്യന്മാരുടെ സഹായത്തോടു കൂടി ഈ ഭഗവത്ഗീതയും ഭാഗവതവും പഠിക്കണമെന്ന് പറയുന്നതിൻ്റെ നമുക്കറിയാം. എങ്ങനെയാണ് കൃഷ്ണവർണം എന്ന് പറയുമ്പോൾ അവിടെ വർണ്ണം എന്നുള്ളതിൻ്റെ അർത്ഥം എങ്ങനെയാണ് ശ്രീല പ്രഭുപാദർ നിർവചിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം വർണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറം എന്നും ഒരർത്ഥമുണ്ട്, വർണ്ണം എന്ന് പറഞ്ഞാൽ ജാതി എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ ഇതുപോലെ സംസ്കൃതത്തിലുള്ള അനേകം പ്രയോഗങ്ങൾക്ക് വിത്ത് റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ് വേറെ വേറെ അർത്ഥങ്ങൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് ആദ്യം പഠിക്കുന്നത് വ്യാകരണത്തിലൂടെയാണ്. വ്യാകരണവും നിരുക്തിയും കൂടെ പഠിച്ചതിന് ശേഷം ഛന്ദസ്സിലേക്ക് കടക്കുമ്പോഴാണ് ഒരുവന് മനസ്സിലാകുന്നത് ഇതെങ്ങനെയാണ് ഒരു സെൻറ്റൻസാക്കി ഒപ്പിക്കുക എന്നുള്ളത്. ഇത് കഴിഞ്ഞിട്ടാണ് അവൻ ന്യായം പഠിക്കാൻ തുടങ്ങുന്നത്. ന്യായം എന്ന് പറഞ്ഞാൽ ലോജിക്. പിന്നീട് വരുന്നതാണ് തർക്കം. അതിനിടയിൽ കൂടെയാണ് ഈ പറയുന്ന ജ്യോതിഷവും കൽപ്പസൂത്രങ്ങളും പഠിക്കുന്നത്. അപ്പോൾ ഈ ജ്യോതിഷവും കൽപ്പസൂത്രത്തിലേക്കും വരുന്നതിന് മുൻപായിട്ട് അവൻ ഈ പറയുന്ന 3 എണ്ണം ആദ്യം പഠിച്ചു വച്ചിരിക്കണം. അപ്പോൾ ഇത് ജസ്റ്റ് എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ, ചൈതന്യ മഹാപ്രഭു ഈ വ്യാകരണം മുഴുവൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പഠിച്ചു എന്ന് പറയുമ്പോൾ ഇത് എത്രമാത്രം വ്യാപ്തിയുള്ള ഒരു പഠനശാഖയാണ് ചൈതന്യ മഹാപ്രഭു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ 5-6 മാസത്തിനുള്ളിൽ പഠിച്ചു എന്ന് പറയുമ്പോൾ
അത് എത്ര വലിയൊരു കാര്യമാണെന്ന് ജസ്റ്റ് നമുക്ക് ചെറിയൊരു തിരിച്ചറിവുണ്ടാകാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഈ സംസ്കൃതം പഠിക്കുന്നത് തന്നെ വേദം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പറയുന്ന വേദാംഗങ്ങൾ ആദ്യം അതിൽ കൂടെ ഗോ ത്രൂ ചെയ്തതിന് ശേഷം മാത്രമേ ഒരുത്തന് ശ്രുതിയിലേക്ക് പ്രവേശിക്കാൻ തന്നെ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യമേ ഈ 3 വയസ്സിൽ അല്ലെങ്കിൽ 4 വയസ്സിൽ ഈ ഗുരുകുലത്തിൽ കൊണ്ടുപോയി പ്രവേശിപ്പിക്കുമ്പോൾ ആദ്യം പഠിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ചൈതന്യ മഹാപ്രഭു വിത്തിൻ നോ ടൈം പഠിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വൃന്ദാവൻ ദാസ് ഠാക്കൂർ ധാരാളം പറഞ്ഞിരിക്കുന്നതിനാൽ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി അത്ര മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. പിന്നെ അടുത്തായിട്ട് ഭഗവാന്റെ പൗഗണ്ഡ ലീലയിൽ വരുന്ന അടുത്ത പ്രധാന സംഭവം എന്ന് പറയുന്നത് ഒരു ഏകാദശി ദിനം ശ്രീ ചൈതന്യ മഹാപ്രഭു തൻ്റെ മാതാവായ ശചി മാതാവിൻ്റെ കാൽക്കൽ വീണ് അവരോട് അപേക്ഷിച്ചു, ഇനി മുതൽ അമ്മ ഏകാദശി ദിവസം ഉപവസിക്കണം, ധാന്യങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ അന്ന് മുതലാണ് ശചി മാതാവ് ഏകാദശി വ്രതം തുടങ്ങിയത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നേക്കാം, എന്തുകൊണ്ടാണ് ശചി മാതാവ് ഏകാദശി പാലിക്കാതെ ഇരുന്നത്? ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജഗന്നാഥ മിശ്രയോട് ചൈതന്യ മഹാപ്രഭു പറഞ്ഞതായിട്ടല്ല പറയുന്നത്. ശചി മാതാവിനോട് ചൈതന്യ മഹാപ്രഭു ഏകാദശി ദിവസം കാൽക്കൽ വീണ് അപേക്ഷിക്കുന്നു, അമ്മ ഏകാദശിക്ക് വ്രതം നോക്കണം എന്ന്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്മാർത്ത ബ്രാഹ്മണരുടെ ഇടയിലുള്ള ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിധവകൾ മാത്രമേ ഉപവസിക്കാൻ പാടുള്ളൂ, ഭർത്താവ് ജീവിച്ചിരിക്കുന്ന സ്ത്രീകൾ ഉപവസിക്കാൻ പാടില്ല എന്ന ഒരു തെറ്റിദ്ധാരണ സ്മാർത്ത ബ്രാഹ്മണരുടെ ഇടയിൽ നിലവിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഇക്കാലത്തുള്ള സ്മാർത്ത ബ്രാഹ്മണരുടെ ഇടയിൽ കൂടുതൽ നിലവിലുണ്ട്. അപ്പോൾ അന്നും ഇത് നിലവിലുണ്ടായിരുന്നത് കൊണ്ട് ചൈതന്യ മഹാപ്രഭു ഈ പറയുന്ന ശാസ്ത്രവിധി എന്താണ് എന്ന് തൻ്റെ മാതാവിന് സംശയലേശമന്യേ അത് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്രകാരത്തിലൊരു ലീലയാടിയത് എന്ന് ആചാര്യന്മാർ പറയുന്നു. അതിനുശേഷം മഹാപ്രഭുവിൻ്റെ പൗഗണ്ഡ കാലഘട്ടത്തിലാണ് മഹാപ്രഭുവിൻ്റെ ജ്യേഷ്ഠ സഹോദരനായ വിശ്വരൂപൻ സന്യാസം സ്വീകരിക്കാനായി അദ്ദേഹം തീർത്ഥാടനത്തിനായി പോയത്. കാരണം വിശ്വരൂപന് വിവാഹപ്രായമായി എന്നതിനാൽ ജഗന്നാഥ മിശ്ര വിശ്വരൂപൻ്റെ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയപ്പോഴാണ് വിശ്വരൂപൻ ഗൃഹം വിട്ടു പോകുന്നതും സന്യാസം സ്വീകരിക്കാനായി പോയതും. അപ്പോൾ ചൈതന്യ മഹാപ്രഭു അവരോട് പറഞ്ഞു, ഞാൻ ഏതായാലും നിങ്ങൾ രണ്ടുപേരെയും പിതൃകുല മാതൃകുല ദ്വയു ഉദ്ധാരില്ല, ബാലഹൈല വിശ്വരൂപ സന്യാസക്കരില്ല, പിതൃകുല മാതൃകുല ദ്വയു ഉദ്ധാരില്ല. അപ്പോൾ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, വിശ്വരൂപൻ ബാലഹൈല ചെയ്തത് വളരെ നന്നായി, സന്യാസക്കരില്ല സന്യാസം സ്വീകരിച്ചു, പിതൃകുലത്തിനെയും മാതൃകുലത്തിനെയും അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് മഹാപ്രഭു പറഞ്ഞു, ഞാൻ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരെയും നിങ്ങളെ സേവിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ചൈതന്യ മഹാപ്രഭു പിന്നീട് സന്യാസം സ്വീകരിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ശാസ്ത്രത്തിൽ കലിയുഗത്തിൽ സന്യാസം നിഷിദ്ധമാണ്. ഇത് പുരാണത്തിലെ വാക്യമാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ എന്താ പറയുക, ഇത് ശാസ്ത്രത്തിൽ എവിടെയാണ് നിഷേധിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുരാണവാക്യമാണ്. അശ്വമേധം ഗവാലംബം സന്യാസം പല പൈതൃകം ദേവരേണ സുതോത്പത്തിം കലോ പഞ്ചവിവർജയത്. കലിയുഗത്തിൽ 5 കാര്യങ്ങൾ വർജിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മുൻ യുഗത്തിൽ ഉണ്ടായിരുന്നതായിരിക്കാം, പക്ഷേ ഈ യുഗത്തിൽ അത് പാടില്ലെന്ന്. അതിലൊന്നാണ് അശ്വമേധം, അശ്വമേധയാഗം കലിയുഗത്തിൽ ചെയ്യാൻ പാടില്ല. ഗവാലംബം, പശുവിനെ യജ്ഞത്തിൽ ഹോമിക്കൽ ചെയ്യാൻ പാടില്ല. സന്യാസം സ്വീകരിക്കാൻ പാടില്ല. പല പൈതൃകം, അതായത് പിതൃക്കൾക്ക് മാംസം സമർപ്പിക്കുന്നത് പാടില്ല. ദേവരേണ സുതോത്പത്തി, അതായത് സഹോദരൻ്റെ ഭാര്യയിൽ പുത്രനെ ഉൽപ്പാദിപ്പിക്കൽ. ഈ 5 കാര്യങ്ങൾ കലിയുഗത്തിൽ പാടില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിച്ചു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ചൈതന്യ മഹാപ്രഭു പറഞ്ഞത് ഒരുവൻ്റെ മനസാ വാചാ കർമ്മണ അവൻ്റെ എല്ലാം തന്നെ ഭഗവാന് സമർപ്പിക്കുവാനായിട്ട് തീർച്ചയായിട്ടും സന്യാസം സ്വീകരിക്കാം. അല്ലാതെ മായാവാദികൾ സന്യാസം സ്വീകരിക്കുന്നത് പോലെ വെറും ഭിക്ഷയെടുത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രം സന്യാസം സ്വീകരിച്ചുകൂടാ എന്ന്. അതുകൊണ്ട്
ആ ഒരു ചോദ്യത്തിന് ഉത്തരവും അവിടെ ശ്രീല പ്രഭുപാദർ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അതിൻ്റെ ഉത്തരം നൽകുകയും ചെയ്യുന്നുണ്ട് ഈ അധ്യായത്തിൽ തന്നെ. പിന്നീട് മറ്റൊരു ലീല എന്ന് പറയുന്നത്, ഒരു ദിവസം ചൈതന്യ മഹാപ്രഭു വെറ്റിലെ അടയ്ക്ക മുറുക്കാൻ ഭക്ഷിക്കുകയും അദ്ദേഹം അത് കഴിച്ച ഉടനെ തന്നെ അദ്ദേഹം മോഹാലസ്യപ്പെട്ട് വീഴുകയും ചെയ്തു. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പ്രഭുപാദർ പറയുന്നുണ്ട്, നമ്മളിത് സ്വീകരിക്കാൻ പാടില്ല. അത് ഭഗവാന് നിവേദിക്കുന്ന ഒന്നാണെങ്കിൽ പോലും അത് വൈഷ്ണവർ സ്വീകരിച്ചുകൂടാ. എന്തുകൊണ്ടെന്നാൽ അത് ഇൻടോക്സിക്കേഷനിൽ വരുന്ന ഒരു കാര്യമാണ് എന്നതുകൊണ്ടിട്ട്. അപ്പോൾ അദ്ദേഹം അങ്ങനെ മയങ്ങി വീണ സമയത്ത് അദ്ദേഹം പറഞ്ഞു, വിശ്വരൂപൻ വന്ന് എന്നെ കൊണ്ടുപോകുന്നതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ഞാൻ സന്യാസം സ്വീകരിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. പക്ഷേ ഞാനൊരു ചെറിയ കുഞ്ഞല്ലേ, എനിക്കെന്തറിയാം, ഞാൻ ഒരു ഗൃഹസ്ഥനായി എൻ്റെ മാതാപിതാക്കളെ തന്നെ സേവിക്കും എന്ന് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു. അപ്പോൾ ഇപ്രകാരം കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു, ചില കാര്യങ്ങൾ ചൈതന്യ മഹാപ്രഭു എന്തുകൊണ്ട് പറയുന്നു, എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് നമുക്കാർക്കും തിരിച്ചറിയാൻ കഴിയില്ല. ഇത് മഹാപ്രഭുവിൻ്റെ വളരെ ഗാഠമായിട്ടുള്ള ഒരു രഹസ്യമാണ് എന്ന രീതിയിൽ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു. അതിനുശേഷം വിശ്വരൂപ സന്യാസത്തിന് ശേഷം കുറച്ച് സമയത്തിന് ശേഷം ജഗന്നാഥ മിശ്ര ഇഹലോകം വെടിഞ്ഞു. അപ്പോൾ മാതാവും പുത്രനും വളരെ ദുഃഖിതരായി. ബന്ധുമിത്രാദികളെല്ലാം വന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു. അതിനുശേഷം ചൈതന്യ മഹാപ്രഭു, അദ്ദേഹം സ്വയം പരമപുരുഷ ഭഗവാനാണെങ്കിൽ പോലും അദ്ദേഹം പിതൃക്രിയയെല്ലാം ചെയ്തു. അതിനുശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് മഹാപ്രഭു ചിന്തിച്ചത്, ഞാൻ ഏതായാലും ഇപ്പോൾ സന്യാസം സ്വീകരിക്കുന്നില്ല, ഞാൻ മാതാവിൻ്റെ കൂടെ ഗൃഹത്തിൽ കഴിയുന്നതിനാൽ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് മഹാപ്രഭു ഇപ്രകാരം ചിന്തിച്ചു. അതായത് ഒരു വീടാകുന്നത് ഒരു ഭാര്യ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ഭാര്യയോടുകൂടി ജീവിക്കുമ്പോഴാണ് ഐശ്വര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്നിങ്ങനെ ചൈതന്യ മഹാപ്രഭു മനസ്സുകൊണ്ട് ചിന്തിക്കുകയും അപ്രകാരം ഒരു ദിവസം അദ്ദേഹം തൻ്റെ ഗുരുകുലത്തിൽ നിന്നും മടങ്ങി വരുന്ന സമയത്ത് വീണ്ടും ലക്ഷ്മി ദേവിയെ കാണുകയും വല്ലഭാചാര്യൻ്റെ പുത്രനായ ലക്ഷ്മിപ്രിയയെ കാണുകയും, അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ അവർ രണ്ടുപേരുമുള്ള അവരുടെ ആ പൂർവ്വബന്ധം അവർക്ക് സ്മരണയുണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇത് ഭഗവാന്റെ അറേഞ്ച്മെൻ്റ് എന്ന വണ്ണം വനമാലി എന്ന് പറയുന്ന ആ ബ്രാഹ്മണൻ സച്ചിമാതാവിനെ വന്ന് കാണുന്നു. വനമാലി ഘടക എന്ന് പറയുന്ന ആ ബ്രാഹ്മണൻ ശ്രീരാമചന്ദ്രൻ്റെ ലീലയിൽ അദ്ദേഹം വിശ്വാമിത്രനായിരുന്നു. വിശ്വാമിത്രനാണല്ലോ ശ്രീരാമചന്ദ്രനെ ജനകപുരിയിലേക്ക് കൊണ്ടുപോയി സീതാദേവിയുമായിട്ടുള്ള വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്തു. അതുപോലെ ഇവിടെ വനമാലി ഘടക എന്ന് പറയുന്ന ആ ബ്രാഹ്മണനാണ് മഹാപ്രഭുവിൻ്റെയും ലക്ഷ്മിപ്രിയാദേവിയുടെയും വിവാഹത്തിന് അദ്ദേഹമാണ് കാരണക്കാരനായത്. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് പൗഗണ്ഡ ലീലയിൽ പെടുത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ചിട്ട് വളരെ സംക്ഷിപ്തമായി 34 ശ്ലോകങ്ങളിൽ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറഞ്ഞു. അതിനുശേഷം ഭഗവാന്റെ യൗവനകാലത്തിലെ ലീലകളെക്കുറിച്ചിട്ട് 16-ാം അധ്യായം തുടങ്ങുകയാണ്. അപ്പോൾ 16-ാം അധ്യായം തുടങ്ങുന്നിടത്ത് തന്നെ വീണ്ടും ഞാൻ പറയുന്ന പോലെ ആ 1-ാമത്തെ ശ്ലോകം വളരെ വളരെ സുന്ദരമായിട്ടുള്ള ഒരു സ്തുതിയാണ്. കൃപാസുധാ സരിദ്യസ്യ വിശ്വം അപ്ലാവയന്ത്യപി നീചഗൈവ സദാഭാതി ത്വം ചൈതന്യ പ്രഭും ഭജേ. കൃപാസുധാ സരിദ്യസ്യ, അതായത് കൃപാസുധാ സരിത് എന്ന് പറഞ്ഞാൽ കൃപയാകുന്ന അമൃതം ഒരു പുഴ പോലെ ഒഴുകുകയാണ്. ആരുടെ? ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ. വിശ്വം അപ്ലാവയന്ത്യപി നീചഗൈവ സദാഭാതി, അതായത് അത് വിശ്വത്തെ മുഴുവനും മുക്കുകയാണ്, അതിൽ വിശ്വം മുഴുവൻ മുങ്ങിത്താഴുകയാണ്. എപ്രകാരം ഒരു നദി താഴോട്ടൊഴുകുന്നുവോ, മലമുകളിൽ നിന്നും താഴോട്ടൊഴുകി വരുന്നുവോ, അതുപോലെ മഹാപ്രഭുവിൻ്റെ കൃപയാകുന്ന നദി ഒഴുകി വന്ന് നീചഗൈവ സദാഭാതി, അതായത് ഏറ്റവും നീചരായിട്ടുള്ളവരിലേക്കാണത്രേ ഈ മഹാപ്രഭുവിൻ്റെ കൃപയാകുന്ന ഈ ജലം ഒഴുകി വന്ന് വീഴുന്നത്. ത്വം ചൈതന്യ പ്രഭും ഭജേ, ആ ചൈതന്യ മഹാപ്രഭുവിനെയാണ് ഞാൻ ഭജിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ പതിതരാണെങ്കിൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൃപയ്ക്ക് നമ്മൾ അത്രയധികം പാത്രീഭവിക്കും. അതുകൊണ്ടെങ്കിലും നമ്മളെ സ്വയം പതിതരാണെന്ന് കരുതുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം
കുറച്ചു കാലം കൃഷ്ണാവബോധം പരിശീലിച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും നമ്മളെല്ലാവരും വളരെ എന്താ പറയുക, വൈഷ്ണവോത്തമന്മാരായി എന്നുള്ള വലിയ വലിയ തെറ്റിദ്ധാരണയൊക്കെ നമുക്കുണ്ടാവും. അപ്പോഴും നമുക്ക് വേണമെങ്കിൽ ചൈതന്യ ചരിതാമൃതം എടുത്തിട്ട് ഓരോ അധ്യായം മുഴുവനൊന്നും വായിക്കേണ്ട, ആദ്യത്തെ ഓരോരോ ശ്ലോകം വായിച്ച് പോയാൽ നമുക്ക് ഓർമ്മ വരും, ഇതിങ്ങനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങളെന്ന്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയിലൂടെ ആ ഓർമ്മ നമുക്കുണ്ടാകും. അപ്പോൾ അങ്ങനെ സ്മരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ പതിതനായിട്ടുള്ളവർക്കാണ് മഹാപ്രഭുവിൻ്റെ കൂടുതൽ കൃപ ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എത്ര പതിതരായിരിക്കുന്നു അത്രയും കൃപ നമുക്ക് ലഭിക്കും. എത്ര പതിതനായിട്ട് ഞാൻ എന്നെ സ്വയം കാണുന്നു, അതിൻ്റെ അർത്ഥം ഞാൻ യഥാർത്ഥത്തിൽ പതിതനായി തന്നെ തുടരും എന്നല്ല, ഞാൻ എന്നെ ഉദ്ധരിക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. പക്ഷേ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എനിക്കറിയാം ഞാൻ വളരെ പതിതനാണ്. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലാതെ ഞാൻ ആദ്യം സത്സംഗത്തിൽ വന്ന ദിവസം ഞാൻ എത്ര ദുഷ്ടനായിരുന്നു, 20 വർഷം കഴിഞ്ഞാലും അത്രയും ദുഷ്ടത്തരം കൊണ്ടു നടക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. ദുഷ്ടത്തരമെല്ലാം കുറയ്ക്കുവാനായിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കുകയും അതേസമയം എത്ര ദുഷ്ടത്തരം കുറച്ചാലും ഇനിയും എത്രയധികം ദുഷ്ടത്തരം നമ്മളിലുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ സ്വയം പതിതരാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണമെന്നാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അങ്ങനെ ആ പ്രായത്തെക്കുറിച്ചിട്ട് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ജിയാത് കൈശോര ചൈതന്യോ മൂർത്തിമത്യ ഗൃഹാശ്രമാത് ലക്ഷ്മ്യാർച്ചിതോ ഥ വാഗ്ദേവ്യ ദിശാം ജയി ജയച്ഛലാത്ത്. അതായത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൈശോര ലീലകൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ, മൂർത്തിമത്യ ഗൃഹാശ്രമാത് ലക്ഷ്മ്യാർച്ചിതോ ഥ വാഗ്ദേവയ, അതായത് ഗൃഹസ്ഥാശ്രമിയായിരുന്ന ചൈതന്യ മഹാപ്രഭുവിന് ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയും ഒരുപോലെ അർച്ചിച്ചിരുന്നു. ലക്ഷ്മി അർച്ചിതോ അഥ വാഗ്ദേവ്യ, വാഗ്ദേവിയായ സരസ്വതിയും ലക്ഷ്മി ദേവിയും ഗൃഹസ്ഥാശ്രമിയായിരുന്ന ചൈതന്യ മഹാപ്രഭുവിന് അർച്ചന ചെയ്തുകൊണ്ടിരുന്നു. ദിശാം ജയ് ജയ ഛലാത്, അതായത് അതിലൂടെ എന്തിനാണ് അവർ രണ്ടുപേരും മഹാപ്രഭുവിനെ അർച്ചന ചെയ്തത് എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു ദിഗ്വിജയിക്ക് മേൽ വിജയം കൈവരിച്ചതിനാലാണ്. ആ ദിഗ്വിജയി ആരാണ്? ഈ അധ്യായത്തിലെ ഒരു പ്രധാന വ്യക്തിത്വം എന്ന് പറയുന്നത് കേശവ കാശ്മീരി എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനാണ്. അപ്പോൾ കൈശോര പ്രായം എന്ന് പറയുന്നത് 11 വയസ്സ് മുതലുള്ള പ്രായത്തെയാണ് കൈശോരം എന്ന് പറയുന്നത്. തൻ്റെ കൈശോര പ്രായം മുതൽ തന്നെ ശ്രീ ചൈതന്യ മഹാപ്രഭു ശിഷ്യന്മാരെ സ്വീകരിക്കുകയും അവരെ പഠിപ്പിച്ചു തുടങ്ങുകയും ചെയ്തായിരുന്നു. അപ്പോൾ ചൈതന്യ മഹാപ്രഭു പഠിപ്പിക്കുന്ന രീതി എന്ന് വെച്ചാൽ, ശിഷ്യന്മാർക്ക് ഇത്രയും അധികം നല്ല ഒരു അധ്യാപകൻ, ഒരു ഗുരു വേറെ നവദ്വീപിലേ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഓർക്കണം, ചൈതന്യ മഹാപ്രഭു വെറും 11 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രായത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ പ്രായം മുതൽ തന്നെ ചൈതന്യ മഹാപ്രഭുവിനെ വ്യാകരണത്തിൽ തോൽപ്പിക്കാനായിട്ട് നവദ്വീപിൽ ആരുമില്ല. നവദ്വീപ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഭാരതത്തിൽ തന്നെ അത്രയധികം പണ്ഡിതന്മാരുണ്ടായിരുന്ന, ഇപ്പോൾ നമ്മൾ വാരാണസി എന്ന് പറയുന്നത് പോലെ തന്നെ നവദ്വീപം എന്ന് പറയുന്ന ഇടത്ത് അത്രയും അധികം പണ്ഡിതന്മാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അനേകം പണ്ഡിതന്മാരെ വ്യാകരണത്തിൽ തോൽപ്പിച്ച്, പക്ഷേ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവനായിരുന്നു ശ്രീ ചൈതന്യ മഹാപ്രഭു. ഈ സമയത്താണ് മഹാപ്രഭു കിഴക്കൻ ബംഗാളിലേക്ക് പോയതും അവിടെ അദ്ദേഹം നാമസങ്കീർത്തനം പ്രചരിപ്പിക്കുകയും ചെയ്തു. പ്രധാനമായിട്ടും മഹാപ്രഭു ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ശിഷ്യന്മാരെ സ്വീകരിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം കണ്ട് അവരെല്ലാവരും അദ്ദേഹത്താൽ പ്രഭാവിതരാകുമ്പോൾ ആ സമയത്താണ് അദ്ദേഹം അവരെ കൊണ്ട് നാമസങ്കീർത്തനം ചെയ്യിച്ചിരുന്നത്. ആ സമയത്താണ് അവിടെ വച്ചിട്ട് കിഴക്കൻ ബംഗാളിൽ വെച്ച് ചൈതന്യ മഹാപ്രഭു തപാന മിശ്രയെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് അവിടെ വച്ചിട്ടാണ്. തപാന മിശ്ര എന്ന ബ്രാഹ്മണനെ കുറിച്ചിട്ട് പറയുന്നത്, ജീവിത ലക്ഷ്യം എന്താണെന്നോ അത് എങ്ങനെ നേടണമെന്നോ അറിയാത്ത ഒരു മനുഷ്യനായിരുന്നു തപാന മിശ്ര. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നുണ്ട്, ബഹുശാസ്ത്രേ ബഹുവാക്യേ ചിത്തേ ഭ്രമഹയ സാധ്യ സാധന ശ്രേഷ്ഠ ന ഹയ നിശ്ചയ. അതായത് തപാന മിശ്രയിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. തപാന മിശ്രയെക്കുറിച്ച് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബഹുശാസ്ത്രേ ബഹുവാക്യേ ചിത്തേ ഭ്രമഹയ, അതായത് ധാരാളം പുസ്തകങ്ങൾ വായിച്ച് അതിലൂടെ ചിത്തഭ്രമം സംഭവിച്ച വ്യക്തിയാണ് ആര്?
തപാനമിശ്ര. സാധ്യ സാധന ശ്രേഷ്ഠ നാഹയ നിശ്ചയം. സാധ്യ എന്താണ് സാധിക്കേണ്ടത്, സാധന അതെങ്ങനെയാണ് സാധിക്കേണ്ടത്, ശ്രേഷ്ഠമായതെന്ത്, നാഹയ നിശ്ചയ ഒരു നിശ്ചയവുമില്ല. അപ്പോൾ തപാനമിശ്ര പണ്ഡിതനായിരുന്നു എന്ന് ചോദിച്ചാൽ പണ്ഡിതനായിരുന്നു. പക്ഷേ ലക്ഷ്യമെന്താണ്, ലക്ഷ്യത്തിലേക്കുള്ള മാർഗം എന്താണ്, ശ്രേഷ്ഠമായതെന്താണ്, മൂന്നും അറിയില്ല അല്ലേ. അപ്പോൾ ആ തപാനമിശ്രയെ ഒരിക്കൽ തപാനമിശ്ര ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടതിന് ശേഷം തപാനമിശ്രയ്ക്ക് ഒരു സ്വപ്നമുണ്ടാകുകയും അതിലൊരു ബ്രാഹ്മണൻ വന്നിട്ട് പറയും നിമായി പണ്ഡിതനെ പോയി കണ്ടാൽ മതി എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് നിമായി പണ്ഡിതനെ കാണാൻ വേണ്ടിയിട്ട് തപാനമിശ്ര വരുന്നത്. അപ്പോൾ അവിടെ വന്നപ്പോൾ തപാനമിശ്രയെ കണ്ടപ്പോൾ മഹാപ്രഭു പറഞ്ഞു സാധ്യ എന്താണ്, സാധന എന്താണ് എന്നും അത് നേടാനുള്ള മാർഗം നാമസങ്കീർത്തനമാണ് എന്നും പറഞ്ഞതിന് ശേഷം തപാനമിശ്രയോട് ഭഗവാൻ പറയും വാരാണസിയിലേക്ക് പോകാൻ പറയും. അപ്പോൾ തപാനമിശ്രയുടെ താല്പര്യം നവദ്വീപിലേക്ക് പോയി ഭഗവാന്റെ അവിടെ താമസിക്കാമെന്നായിരുന്നു. പക്ഷേ മഹാപ്രഭു പറഞ്ഞു അങ്ങ് വാരാണസിയിലേക്ക് പോയാലും ഞാൻ അവിടെ വരുമ്പോൾ നമുക്ക് കണ്ടുമുട്ടാം എന്ന്. അങ്ങനെയാണ് തപാനമിശ്ര വാരാണസിയിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ആചാര്യന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് മഹാപ്രഭുവിൻ്റെ സൂചനയാണ്, ഞാൻ സന്യാസം സ്വീകരിക്കുമെന്നും വാരാണസിയിൽ വന്ന് സനാതന ഗോസ്വാമിക്ക് ശിക്ഷ നൽകുമെന്നും ആ സമയത്ത് തപാനമിശ്രയും ഇതെല്ലാം പഠിക്കും എന്നും. അങ്ങനെയാണ് ആ ഒരു ഭഗവാന്റെ പൗഗണ്ഡകാലത്തിൽ തുടങ്ങുന്ന ലീല എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പ്രഭുപാദർ പറയുന്നുണ്ട്. അതായത് ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ ഒരു ശ്ലോകമുണ്ട്, ന ശിഷ്യാൻ അനുബന്ധനീത ഗ്രന്ഥാൻ നൈവാഭ്യസേത് ബഹൂൻ ന വ്യാഖ്യാം ഉപയുഞ്ജീത ന ആരംഭാൻ ആരഭേത് ക്വചിത്. അതായത് ഒരു വ്യക്തി ന ശിഷ്യാൻ അനുബന്ധനീത, അതായത് ഭൗതികമായിട്ടുള്ള ഗുണങ്ങളെല്ലാം നിനക്ക് ലഭിക്കും എന്ന് പറഞ്ഞ് ധാരാളം ശിഷ്യന്മാരെ ഒരു സന്യാസി ഒരിക്കലും ചേർക്കരുത്. ഗ്രന്ഥാൻ നൈവാഭ്യസേത് ബഹൂൻ, അതായത് അനാവശ്യമായിട്ട് ധാരാളം ഗ്രന്ഥങ്ങൾ പഠിക്കരുത്. ന വ്യാഖ്യാം ഉപയുഞ്ജിത, അതായത് ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം നടത്തുക, അതും പാടില്ല. ന ആരംഭാൻ ആരഭേത് ക്വചിത്, ഒരിക്കലും അനാവശ്യമായിട്ടുള്ള ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമം നടത്തരുത്. അപ്പോൾ ഇത് ഇവിടെ പ്രഭുപാദർ എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തപാനമിശ്രയെ ഉദാഹരണമാക്കിക്കൊണ്ട് പറയുകയാണ്, നമ്മൾ കൂടുതൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക, നമുക്ക് കൂടുതൽ ചിത്തഭ്രമം ഉണ്ടാവും. അതാണ് ഇവിടെ തപാനമിശ്രയ്ക്ക് സംഭവിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് ലഭിക്കുന്ന നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സംസ്ഥാപകാചാര്യനായ ശ്രീലപ്രഭുപാദരുടെ ഗ്രന്ഥങ്ങൾ കൂടുതലായി വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് ചിത്തഭ്രമം സംഭവിക്കാതെ നമ്മുടെ നമ്മുടെ ലക്ഷ്യം എന്താണെന്നും സാധന അതിനുള്ള പ്രോസസ്സ് അതിനുള്ള പ്രക്രിയ എന്താണെന്നും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണെന്നും നമുക്ക് തിരിച്ചറിയാനും കഴിയും. നമുക്ക് അതിൽ തന്നെ നമ്മുടെ ശ്രദ്ധ ചെലുത്തുവാനും കഴിയും. അങ്ങനെ ചൈതന്യ മഹാപ്രഭു കിഴക്കൻ ബംഗാളിൽ അനേകം ആളുകൾക്ക് ഹരിനാമ സങ്കീർത്തനം പ്രചരിപ്പിച്ചു. മാത്രമല്ല അവരെല്ലാവരെയും പണ്ഡിതന്മാരാക്കുകയും ചെയ്തു. ശ്രീല പ്രഭുപാദർ അവിടെ പറയുന്നുണ്ട്, അതായത് പാണ്ഡിത്യത്തിലൂടെ മറ്റുള്ളവരെ തോൽപ്പിക്കലല്ല ഭക്തന്മാരുടെ ഉദ്ദേശം, മറിച്ച് എല്ലാവരെയും കൊണ്ട് ഹരിനാമ സങ്കീർത്തനം ചെയ്യിക്കുക എന്നുള്ളതാണ് എന്ന് പ്രഭുപാദർ അവിടെ അതിനോടനുബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ അധ്യായത്തിൽ. അതിനുശേഷം ആ സമയത്താണ് മഹാപ്രഭു കിഴക്കൻ ബംഗാളിലേക്ക് വന്ന സമയത്ത് നവദ്വീപിൽ ശചിമാതാവും ലക്ഷ്മിപ്രിയ ദേവിയും ഒറ്റയ്ക്കായിരുന്നു. ആ സമയത്ത് ലക്ഷ്മിപ്രിയ ദേവി ദേഹം വെടിഞ്ഞു. മഹാപ്രഭുവുമായിട്ടുള്ള അവർക്ക് മഹാപ്രഭുവിൽ നിന്നും മാറി നിന്നിട്ടുള്ള ആ ഒരു വിഷമം അല്ലെങ്കിൽ വ്യസനം സഹിക്കവയ്യാതെ ലക്ഷ്മിപ്രിയ ദേവി ശരീരം വെടിഞ്ഞു. അതിനുശേഷം മഹാപ്രഭു തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം ധാരാളം സമ്പത്തും അദ്ദേഹത്തിന് ധാരാളം അനുയായികളും ഉണ്ടായിരുന്നു. ആ സമയത്ത് മഹാപ്രഭു പരമപുരുഷ ഭഗവാനായിരുന്നതുകൊണ്ട് ലക്ഷ്മിപ്രിയാദേവി ശരീരം വെടിഞ്ഞ വിവരം അദ്ദേഹം നേരത്തെ അറിഞ്ഞിരുന്നു. അവിടെ വന്നതിന് ശേഷം അദ്ദേഹം
മാതാവിനെ സമാശ്വസിപ്പിച്ചു. അതിനുശേഷം തൻ്റെ പഠിപ്പിക്കുന്ന ആ പ്രക്രിയ, വിദ്യാഭ്യാസം മറ്റുള്ളവർക്ക് നൽകുന്ന ആ പ്രക്രിയ അദ്ദേഹം തുടർന്നു. അങ്ങനെ അദ്ദേഹത്തിന് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ സമയത്താണ് ചൈതന്യ മഹാപ്രഭു വിഷ്ണുപ്രിയ ദേവിയെ വിവാഹം കഴിക്കുന്നത്. വിഷ്ണുപ്രിയ ദേവിയെ വിവാഹം കഴിച്ചതിന് ശേഷം ആണ് മഹാപ്രഭു കേശവ കാശ്മീരിയെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഈ കണ്ടുമുട്ടലിനെ കുറിച്ചിട്ടാണ് പിന്നീടുള്ള 16-ാമത്തെ അധ്യായത്തിലെ ഒരു ബഹുഭൂരിഭാഗവും നീങ്ങുന്നത്. ചൈതന്യ മഹാപ്രഭുവും കേശവ കാശ്മീരിയും തമ്മിൽ ഉള്ള ആ ഒരു സംഭാഷണം അതിനെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഒരു പൗർണമി ദിവസം മഹാപ്രഭു ഗംഗാതീരത്ത് തൻ്റെ അനേകം ശിഷ്യന്മാരെയും ഒത്ത് ഇരിക്കുകയാണ്. അവർ സംസ്കൃതത്തിലുള്ള പല വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കേശവ കാശ്മീരി അവിടെ വരുന്നതും. അപ്പോൾ ഗംഗാതീരത്തായതുകൊണ്ട് അദ്ദേഹം ആദ്യം ഗംഗയെ പ്രണമിച്ച ശേഷം അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിനെ കാണുകയാണ്. അപ്പോൾ കേശവ കാശ്മീരി നേരത്തെ തന്നെ ഈ നിമായി പണ്ഡിതനെ കുറിച്ചിട്ട് അറിഞ്ഞിരുന്നു. അതായത് നവദ്വീപിൽ ഒരു ചെറിയ ബാലനുണ്ട്, 11 വയസ്സ് 12 വയസ്സുള്ള ഒരു ബാലനുണ്ട്. അഗാധ പാണ്ഡിത്യമുള്ളവനാണ്. അപ്പോൾ കേശവ കാശ്മീരി ഒരു ദിഗ്വിജയിയാണ്. മറ്റുള്ള സ്ഥലങ്ങളിലുള്ളവരെല്ലാം തോൽപ്പിച്ചാണ് അയാൾ ഇനി നവദ്വീപിലും കൂടെ വന്നു കഴിഞ്ഞാൽ അയാൾ ഇനിയിപ്പോൾ വിജയിക്കാൻ ഈ ഒരു ദിക്ക് മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെയുള്ള അത്രയും വലിയ പണ്ഡിതനാണ് കേശവ കാശ്മീരി. അപ്പോൾ 11 വയസ്സുള്ള ഇവിടെയുള്ള എല്ലാവരെയും തോൽപ്പിച്ച ഒരു പണ്ഡിതനോ എന്ന ഒരല്പം പുച്ഛത്തോടു കൂടിയിട്ടാണ് കേശവ കാശ്മീരി വരുന്നത്. അപ്പോൾ ഇവിടെ ഗംഗാതീരത്ത് നിമായി പണ്ഡിതൻ ഇരിക്കുന്നു. അപ്പോൾ നിമായി പണ്ഡിതനെ കാണുമ്പോൾ തന്നെ കേശവ കാശ്മീരി പറയും, ഞാൻ നിമായി പണ്ഡിതൻ എന്ന ഒരാളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, ബാല്യശാസ്ത്രം പഠിപ്പിക്കുന്നതിൽ വലിയ വിദ്വാനാണല്ലേ എന്ന് പറഞ്ഞാൽ തുടക്കക്കാരെ വ്യാകരണം പഠിപ്പിക്കുന്നതാണല്ലേ ജോലി. മാത്രമല്ല കലാപവ്യാകരണവും പഠിപ്പിക്കുന്നുണ്ടല്ലേ. അതായത് കലാപവ്യാകരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വാക്കുകളെ കൊണ്ട് അമ്മാനമാടുക എന്നുള്ള സംസ്കൃത വ്യാകരണത്തിൻ്റെ ഒരു ശാഖയാണ് ഈ കലാപവ്യാകരണം എന്ന് പറയുന്നത്. അപ്പോൾ കലാപവ്യാകരണമാണല്ലേ പഠിപ്പിക്കുന്നത്. അതായത് വളരെ പുച്ഛത്തോട് കൂടിയിട്ട്, അതായത് നിങ്ങൾക്ക് ഈ വാക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിക്കാൻ അറിയാമെന്നതിനപ്പുറത്തോട്ടൊന്നും അറിയില്ലല്ലോ എന്നുള്ള രീതിയിലാണ് കേശവ കാശ്മീരി നിമായി പണ്ഡിതനെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ നിമായി പണ്ഡിതൻ വളരെ മഹാപ്രഭു എല്ലാം അറിയാവുന്ന ഭഗവാനല്ലേ. അപ്പോൾ അദ്ദേഹം വളരെ വിനമ്രതയോട്, അതെ, ഞാനൊരു വ്യാകരണം പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, ഞാൻ പക്ഷേ എൻ്റെ ശിഷ്യന്മാരെ അങ്ങനെ എൻ്റെ പ്രഭാവത്തിൽപ്പെടുത്താനൊന്നും ശ്രമിക്കാറില്ല. മാത്രമല്ല ഞാൻ പഠിപ്പിക്കുന്നത് അവർക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാകാറുമില്ല. ഞാനൊരു വിദ്യാർത്ഥിയാണ് ഇപ്പോഴും. അങ്ങാകട്ടെ വലിയ പണ്ഡിതനും. അതുകൊണ്ട് അങ്ങ് വലിയ കവിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ദയവായി ഈ ഗംഗാദേവിയെക്കുറിച്ചിട്ട് അങ്ങ് ഗംഗാദേവിക്ക് സ്തുതിച്ചുകൊണ്ട് അങ്ങ് എന്തെങ്കിലും ഒരു കവിത അങ്ങ് പറയുന്നത് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ മഹാപ്രഭു വളരെ വിനമ്രതയോടുകൂടി നിമായി പണ്ഡിതൻ. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ കേശവ കാശ്മീരിക്ക് എന്നാൽ നമ്മുടെ പാണ്ഡിത്യം ഇവനൊന്ന് കാണിച്ച് ഇവനൊന്ന് വരട്ടണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി 1 മണിക്കൂർ കൊണ്ടിട്ട് 100 ശ്ലോകങ്ങൾ ഗംഗാദേവിയെക്കുറിച്ച് കേശവ കാശ്മീരി മനസ്സിൽ രചിച്ച് എന്നിട്ട് അദ്ദേഹം അവിടെ വച്ച് തന്നെ അതങ്ങ് മഹാപ്രഭു നിമായി പണ്ഡിതനും നിമായി പണ്ഡിതൻ്റെ വിദ്യാർത്ഥികളും എല്ലാം ഇരിക്കുകയാണ്. കേശവ കാശ്മീരി അനർഘ നിർഗളമായിട്ട് 100 ശ്ലോകങ്ങൾ ഗംഗയെക്കുറിച്ചിട്ട്, ഗംഗാമാതാവിനെക്കുറിച്ചിട്ട്. അപ്പോൾ ചൈതന്യ മഹാപ്രഭു കുറച്ച് എന്താ പറയുക, അങ്ങയേക്കാൾ വലിയ കവി ലോകത്തിൽ ആരുമില്ല, അങ്ങയുടെ കവിത എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങേക്കും സരസ്വതിക്കും മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതായത് ഇത് കുറച്ച് കളിയാക്കുന്ന രീതിയാണ്, പക്ഷെ പറയുന്നത് വളരെ വിനമ്രനാകുന്നത് പോലെ മഹാപ്രഭു നിമായി പണ്ഡിതൻ കാശ്മീരിയോട് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അപ്പോൾ കേശവ കാശ്മീരിക്ക് കുറച്ച് മനസ്സിൽ കാരണം കേശവ കാശ്മീരി ഈ ശ്ലോകങ്ങൾ മുഴുവൻ പറഞ്ഞതെന്ന് വെച്ചാൽ കാറ്റ് വീശുന്ന വേഗതയിലാണ് കേശവ കാശ്മീരി 100 ശ്ലോകം പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ ഇത്രയും കേട്ടുകൊണ്ടിരുന്ന ചെറിയ പയ്യനാണെന്ന് നമ്മൾ ആലോചിക്കണം. 11 വയസ്സുള്ള നിമായി പണ്ഡിതൻ ഇത് കേട്ടിട്ട് പറഞ്ഞു, എനിക്ക് ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം അറിയണം എന്ന് പറഞ്ഞു. അപ്പോൾ കേശവ കാശ്മീരി ധൈര്യത്തിൽ ചോദിക്കുക, ഏത് ശ്ലോകമാണ്? അപ്പോൾ കേശവ കാശ്മീരിയുടെ ഒരു ശ്ലോകം നിമായി പണ്ഡിതൻ പറയുകയാണ്. മഹത്വം ഗംഗയാ സതതം ഇതമാഭാതി നിതരാം യദേശ ശ്രീവിഷ്ണു ചരണ കമലോത്പത്തി സുഭഗ ദ്വിതീയ ശ്രീലക്ഷ്മീർ ഇവ സുരനരേർ അർച്യചരണ ഭവാനി ഭർത്തുർ യാ ശിരസി വിഭവത്തി അദ്ഭുത ഗുണ. ഇതാണ് മഹാപ്രഭു കേശവ കാശ്മീരി പറഞ്ഞ ശ്ലോകത്തിൽ നിന്നും കേട്ട ശ്ലോകം. ഞാനിത് പറയാൻ കാരണം, ഈ ശ്ലോകത്തെ വെച്ചുകൊണ്ടാണ് ഇനിയുള്ള അധ്യായത്തിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള തർക്കം എന്ന് പറയുന്നത്. വളരെ രസകരമായിട്ട്, അതായത് നിമായി പണ്ഡിതൻ്റെ പാണ്ഡിത്യം എന്താണെന്ന് വായിക്കുന്ന നമ്മളെപ്പോലെയുള്ള മരമണ്ടന്മാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി അതിനെ വളരെ സുന്ദരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോഴാണ് കേശവ കാശ്മീരി ചോദിക്കുന്നത്, ഞാൻ കാറ്റിൻ്റെ വേഗതയിലാണല്ലോ 100 ശ്ലോകം പറഞ്ഞത്, നിങ്ങൾ എങ്ങനെയാണ് ഇതിലൊരു ശ്ലോകം ഓർത്ത് വെച്ചത്? അപ്പോഴാണ് നിമായി പണ്ഡിതൻ പറയും, ഭഗവാന്റെ കാരുണ്യമുണ്ടെങ്കിൽ ഒരുവന് കവിവരനോ ശ്രുതിധരനോ ആകുവാൻ ഒട്ടും സമയം വേണ്ട. അതായത് കവിവര്യനാകുവാനായിട്ട്, കവിത വരിക്കുവാനും ശ്രുതിയെ ധരിക്കുവാനും ഒരുവന് കഴിവുണ്ടാകുന്നത് ഭഗവാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഭഗവാൻ അർജുനനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഭഗവത്ഗീതയിൽ, യദ്യത് വിഭൂതിമത് സർവം ശ്രീമതൂർജിതമേവ തത്തത് ഏവാവഗച്ഛത്വം മമ തേജോ അംശസംഭവം. എല്ലാം എൻ്റെ തേജസ്സിൻ്റെ ഒരു അംശം മാത്രമല്ലേ. അതുകൊണ്ട് നമ്മളീ കാണുന്ന, അതാണ് മഹാപ്രഭു ഇവിടെ കേശവ കാശ്മീരി ഇതാണ് ഓർമ്മിപ്പിക്കുന്നത്. അതായത് ഭഗവാന്റെ കാരുണ്യമുണ്ടെങ്കിൽ ഒരുവന് കവിത വരിക്കാം, ശ്രുതി ധരിക്കാം. ശ്രുതിധര കവിവര, ഇത് രണ്ടും ഒരുവന് ഭഗവത് കാരുണ്യമുണ്ടെങ്കിൽ നടക്കും. അപ്പോൾ കേശവ കാശ്മീരി പറയും, ഈ ശ്ലോകമുണ്ട്, ഇതിലെന്താണ് അറിയേണ്ടത്? അപ്പോൾ നിമായി പണ്ഡിതൻ പറയും, ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ്? അപ്പോൾ പണ്ഡിതന് വളരെ വളരെ കോപം വരും. അദ്ദേഹം പറയും, ഇതിൽ ദോഷങ്ങളൊന്നുമേ ഇല്ല, ഉപമാലങ്കാരങ്ങളും അനുപ്രാസവും കൊണ്ട് അലങ്കൃതമാണ് ഈ ശ്ലോകം. അപ്പോൾ മഹാപ്രഭു പറയും, ഇതിൽ കുറച്ച് തെറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞാലും ഞാൻ ഇതിൽ നോക്കിയിട്ട് തെറ്റുണ്ട്, അങ്ങേക്ക് ഈ തെറ്റുകൾ എന്താണെന്ന് പറയാൻ പറ്റുമോ? അങ്ങ് പറഞ്ഞതിൽ ധാരാളം ഈ പറയുന്ന അനുപ്രാസവും ഉപമാലങ്കാരങ്ങളും ഒക്കെ ഉണ്ട്. അത് വളരെ ഭഗവാനും വളരെ പ്രീതികരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതിനകത്ത് നമ്മൾ വളരെ അതിനെ ഗാഠമായിട്ടൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ തെറ്റുണ്ട് എന്ന് പറയും. അപ്പോൾ കവി പറയും, നിങ്ങൾ വ്യാകരണം മാത്രം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ അധ്യാപകനാണ്. നിങ്ങൾക്ക് കവിതയെക്കുറിച്ചിട്ട് എന്തറിയാം, അലങ്കാരത്തെക്കുറിച്ച് എന്തറിയാം? അതുകൊണ്ട് ഈ കവിതയെ നിരൂപണം ചെയ്യാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. അപ്പോൾ നിമായി പണ്ഡിതൻ പറയും, ഞാൻ സമ്മതിച്ചു, ഞാൻ അലങ്കാരം പഠിച്ചിട്ടില്ല, പക്ഷേ ഈ അലങ്കാരത്തെക്കുറിച്ചിട്ട് എന്നേക്കാൾ വലിയ പണ്ഡിതർ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ടിട്ട് ഞാൻ ഇതിൽ കണ്ട തെറ്റുകുറ്റങ്ങൾ ഞാൻ പറയാം. അപ്പോൾ കവി പറയും, എന്നാൽ ആ തെറ്റെന്താണെന്നൊന്ന് പറ. അപ്പോൾ എന്താണ് ഇദ്ദേഹം പാടിയത്? മഹത്വം ഗംഗയാ സതതം ഇതം ആഭാതി നിതരം. അതായത് ഗംഗാദേവിയുടെ മഹത്വം എല്ലായ്പ്പോഴും നിലകൊള്ളുന്നു. യദേശ ശ്രീവിഷ്ണു ചരണ കമലോത്പത്തി സുഭഗ. അതായത് ഭഗവാൻ ശ്രീ വിഷ്ണുവിൻ്റെ പാദകമലങ്ങളിൽ നിന്നും വരുന്ന ഏറ്റവും ഭാഗ്യവതിയാണ് ഗംഗാദേവി എന്നും. ദ്വിതീയ ശ്രീലക്ഷ്മീർ ഇവ സുരനരേർ അർച്യചരണ. അതായത് ദ്വിതീയ ശ്രീലക്ഷ്മീർ, രണ്ടാമത്തെ ലക്ഷ്മി ദേവിയാണ്. അതുകൊണ്ട് എല്ലാ ദേവന്മാരും മനുഷ്യരും എല്ലാവരും ഈ ഗംഗാദേവിയെ വന്ദിക്കുന്നു. നാലാമത്തെ ഇദ്ദേഹം പറഞ്ഞ് ഭവാനി ഭർത്തുർ യ ശിരസി വിഭവതി അദ്ഭുത ഗുണ. അതായത് എല്ലാ അദ്ഭുത ഗുണങ്ങളോടും കൂടിയിട്ട് ഭവാനി ഭർത്തുർ,
ഭവാനിയുടെ ഭർത്താവായ ശിവൻ്റെ തലയിൽ യ ശിരസി വിഭവതി, അവിടെ ഇവൾ വിരാജിക്കുന്നു. ഇങ്ങനെയാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചൈതന്യ മഹാപ്രഭു പറയും മഹത്വാ ഗംഗയാ സതതം ഇതം എന്ന് പറയുമ്പോൾ അറിയാൻ പാടില്ലാത്ത മഹത്വം ഗംഗയ എന്നുള്ളത് ഇതം എന്നുള്ളതിന് മുൻപിൽ നിങ്ങൾ വച്ചു. അതുകൊണ്ട് ഇത് അവിമിശ്രിത വിധേയംശ എന്ന് വിധേയാംശം എന്ന് പറയുന്ന ഒരു തെറ്റ് ഇതിനകത്തുണ്ട് എന്ന് പറയും. അടുത്തതായിട്ട് പറയും ദ്വിതീയ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? അതായത് രണ്ടാമത്തെ ലക്ഷ്മി എന്ന് പറയുമ്പോൾ മഹാപ്രഭു പറയും അതും വൃത്തിയായിട്ടുള്ള കാര്യം അല്ല. കാരണം ലക്ഷ്മി ദേവിയുമായിട്ട് മറ്റൊരാളെ നിങ്ങൾക്ക് ഉപമിക്കാൻ പറ്റില്ല. മൂന്നാമത്തെ തെറ്റ് വിരുദ്ധമതി എന്ന് പറഞ്ഞാൽ ഭവാനി ഭർത്തൃ എന്ന വാക്ക് നിങ്ങൾ ഉപയോഗിച്ചു. അപ്പോൾ ശിവൻ എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിലും ഭവാനിയുടെ ഭർത്താവ്, ഗംഗയെ തലയിൽ ഏന്തിയിരിക്കുന്ന ഭവാനിയുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ അതിൽ ഭവാനിക്ക് വേറെ ഭർത്താക്കന്മാരുണ്ട് എന്നുള്ള അർത്ഥം വരുന്നു. അതുപോലെ വിഭവതി അദ്ഭുത ഗുണ എന്ന് പറയുമ്പോൾ വിഭവതി എന്ന് പറഞ്ഞാൽ തന്നെ മതി, അദ്ഭുത ഗുണ എന്നുള്ളത് കൂടിപ്പോയി. അതുകൊണ്ട് പറഞ്ഞത് തന്നെ പറഞ്ഞു. അതിനെ പുനരാത്ത എന്നുള്ള അതൊരു ദോഷമാണ്. പിന്നെ അടുത്തതായിട്ട് വീണ്ടും പറയും താരാഭ എന്നിങ്ങനെയുള്ളതെല്ലാം ഇങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ ഇത് ഭഗ്നക്രമം എന്ന് പറയുന്ന, അതായത് ക്രമം തെറ്റിച്ചു എന്നുള്ളൊരു തെറ്റുണ്ട്. ഇങ്ങനെ 5 തെറ്റുകളുണ്ട് നിങ്ങളുടെ ഈ ശ്ലോകത്തിൽ. എന്നിട്ട് മഹാപ്രഭു പറയും 5 അലങ്കാരങ്ങളുമുണ്ട് നിങ്ങളുടെ ശ്ലോകത്തിൽ. പക്ഷേ ഭരതമുനി അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നാട്യശാസ്ത്രത്തിൽ, ഒരു ശരീരത്തിൽ എത്രമാത്രം സുന്ദരമായിട്ടുള്ള ആഭരണങ്ങൾ, ആഭൂഷണങ്ങൾ നമ്മൾ അണിയിച്ചാലും ആ ശരീരത്തിൽ ചെറിയ എന്തെങ്കിലും ഒരു പാടുണ്ടെങ്കിൽ, ഒരു കല ഉണ്ടെങ്കിൽ, അത് തീർച്ചയായിട്ടും ആ ധരിച്ചിരിക്കുന്ന ആഭൂഷണത്തിൻ്റെയും എല്ലാറ്റിൻ്റെയും സൗന്ദര്യം ഒറ്റയടിക്ക് ഇല്ലാതെയാക്കും. അതിനുശേഷം മഹാപ്രഭു 5 ഇദ്ദേഹത്തിൻ്റെ അനുപ്രാസം, അതുപോലെ തന്നെ ഉപമ, അലങ്കാരം, ഇതിനെല്ലാം കുറിച്ചിട്ട് 5 ഗുണങ്ങളെക്കുറിച്ചിട്ടും പറയും. എന്നിട്ട് പറയും ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾ വളരെ നല്ല കവിയാണ്, കാരണം നിങ്ങൾക്ക് ഒരു നിമിഷം നേരം കൊണ്ടിട്ടാണ് നിങ്ങളിതെല്ലാം പറഞ്ഞതെങ്കിലും ഈ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പറയണം എന്ന്. ഇത് മുഴുവൻ കേട്ട കേശവ കശ്മീരി സ്തബ്ധനായിപ്പോയി. അദ്ദേഹത്തിന് ഉടനെ തന്നെ മനസ്സിലായി, അതായത് അദ്ദേഹത്തിന് മനസ്സിലായി ഈ തെറ്റ് എനിക്ക് പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് തെറ്റ് പറ്റാൻ പാടില്ലാത്തതാണ്. കാരണം ഇത് കേട്ടുടനെ കേശവ കശ്മീരിക്ക് മനസ്സിലായി തെറ്റുണ്ട്, കാരണം അത്രയും വലിയ പണ്ഡിതനാണ്. അപ്പോൾ അടുത്തതായിട്ട് ചിന്ത വന്നത്, അപ്പോൾ എന്നെ ആരോ തെറ്റിച്ചതാണ്. അപ്പോൾ കേശവ കശ്മീരി എന്ന് പറയുന്ന വ്യക്തി സരസ്വതിയുടെ ഏറ്റവും വലിയ ഉപാസകനും കൂടിയാണ്. അപ്പോൾ ഇദ്ദേഹം ചിന്തിക്കുകയാണ്, തീർച്ചയായിട്ടും സരസ്വതി മാതാവ് എൻ്റെ മേൽ എന്തോ കാരണം കൊണ്ട് കോപിച്ചിട്ടുണ്ട്. സരസ്വതി കോപം കൊണ്ടിട്ടാണ് എനിക്കിങ്ങനൊരു തെറ്റ് പറ്റിയത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഹങ്കാരം നല്ല രീതിയിൽ തന്നെ ശമിച്ചു. അതുകൊണ്ട് ഇദ്ദേഹം ചിന്തിക്കുകയാണ്, നിങ്ങൾ ഒരു സാധാരണ ഒരു വിദ്യാർത്ഥിയായിട്ട് എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ പറയാൻ പറ്റിയത്? അപ്പോൾ ചൈതന്യ മഹാപ്രഭു പുഞ്ചിരിച്ചുകൊണ്ട് പറയും, എനിക്ക് നല്ല കവിത എന്താണ്, നല്ലതല്ലാത്ത കവിത എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്. അപ്പോൾ അങ്ങ് വിചാരിക്കേണ്ടത് ഞാൻ പറഞ്ഞതെല്ലാം സരസ്വതി ദേവി പറഞ്ഞതായിട്ട് എടുത്താൽ മതി എന്ന് അദ്ദേഹം പറയും. ആര്? നിമായി പണ്ഡിതൻ കേശവ കശ്മീരിയോട് പറയും. ഇതും കൂടെ കേട്ടപ്പോൾ കേശവ കശ്മീരിക്ക് കാര്യം തീരുമാനമായി. അതായത് ഇതിനകത്തെന്തോ സരസ്വതി ദേവിയുടെ ഒരു കാര്യമായിട്ടുള്ള കളി സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് മനസ്സിലാക്കാത്തൊരു കാര്യം, ഞാൻ നിത്യവും ഉപാസിക്കുന്ന ഈ സരസ്വതി ദേവി എന്നെ കൊണ്ടുപോയി കേവലം 11-12 വയസ്സുള്ളൊരു ബാലൻ്റെ അടുത്ത് ഞാൻ തോറ്റു കൊടുക്കേണ്ടി വന്നല്ലോ. സത്യത്തിൽ സരസ്വതി ദേവി തന്നെയാണ് ഈ തെറ്റുള്ള ഈ ഒരു ശ്ലോകം കേശവ കശ്മീരിയെ കൊണ്ട് ചൊല്ലിച്ചത് സരസ്വതി ദേവിയാണ്.
അങ്ങനെ അപ്പോൾ പണ്ഡിതൻ ഇപ്പോൾ ആകെ കാറ്റുപോയ ബലൂൺ പോലെ ഇരിക്കുകയാണ്. അപ്പോൾ നിമായി പണ്ഡിതൻ പറയും, അങ്ങ് ഒരു മഹാകവി ശിരോമണിയാണ്, അങ്ങ് വലിയ പണ്ഡിതനാണ്, അല്ലാതെ അങ്ങേക്ക് ഇത്രയും പാണ്ഡിത്യമില്ലാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും ഗംഗയുടെ ഒഴുക്ക് പോലെ തന്നെയാണ് അങ്ങയുടെ ആ കവിത വന്നത്. ലോകത്തിലുള്ള ഒരാൾക്കും കവിതയുടെ കാര്യത്തിൽ അങ്ങുമായിട്ട് ജയിക്കാൻ കഴിയില്ല. ഭവഭൂതിയും ജയദേവനും കാളിദാസനും പോലെയുള്ള വലിയ വലിയ കവികളുടെ രചനയിലും ഇതുപോലുള്ള തെറ്റുകളുണ്ട്. പക്ഷേ ആ തെറ്റുകളെല്ലാം വളരെ എന്താ പറയുക, ആ തെറ്റുകളെ തെറ്റുകളായിട്ട് ആരും കണക്കാക്കാറില്ല. എന്തുകൊണ്ടാണ്? കാരണം അത്രയും വലിയ കവികളാണ് അവർ, അത്രയും സുന്ദരമായിട്ട് കവിതയാണ് രചിച്ചിരിക്കുന്നത്. എന്നിട്ടും നിമായി പണ്ഡിതൻ പറയും, അങ്ങയുടെ ശിഷ്യനാകാൻ പോലും എനിക്ക് യോഗ്യതയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതെല്ലാം ഒരു എൻ്റെ ശൈശവ ചാബല്യമായിട്ട് അങ്ങ് കണക്കാക്കിയാൽ മതി. എന്നിട്ട് പറയും, നാളെ നമുക്ക് വീണ്ടും കാണാം ഇവിടെ വച്ച്, അപ്പോൾ ശാസ്ത്രങ്ങളെക്കുറിച്ച് ഞാൻ അങ്ങയുടെ അടുത്ത് നിന്നും കേട്ട് പഠിക്കാം എന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നു. പറഞ്ഞതിൻ്റെ ഉദ്ദേശം നമുക്കെല്ലാം മനസ്സിലാകും. അങ്ങനെ കേശവ കശ്മീരി അദ്ദേഹത്തിൻ്റെ പാർപ്പിടത്തിലേക്ക്, താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി. രാത്രി അദ്ദേഹത്തിന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പക്ഷേ എങ്ങനെയോ കുറേ നേരത്തിന് ശേഷം ഉറങ്ങിയപ്പോൾ സരസ്വതി ദേവി അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ വന്ന് ദർശനം നൽകുകയും, അങ്ങ് തോറ്റുകൊടുത്തത് ഒരു സാധാരണ ബാലനോടല്ല, അങ്ങ് തോറ്റുകൊടുത്തിരിക്കുന്നത് പരമപുരുഷ ഭഗവാനോട് തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് തോൽക്കുക എന്ന് പറയുന്നത് തന്നെ അങ്ങയുടെ ജീവിതം സഫലമായതിന് തുല്യമാണ് എന്ന് പറഞ്ഞ് കേശവ കശ്മീരിയെ അനുഗ്രഹിക്കുന്നു. കേശവ കശ്മീരി പിൽക്കാലത്ത് ഒരു ശുദ്ധ വൈഷ്ണവനായി നിംബാർക്ക സമ്പ്രദായത്തിൽ അദ്ദേഹം ദീക്ഷ സ്വീകരിക്കുകയും നിംബാർക്ക ആചാര്യൻ്റെ പാരിജാത ഭാഷ്യം എന്ന് പറയുന്ന വേദാന്ത സൂത്ര ഭാഷ്യത്തിന് അദ്ദേഹം കൗസ്തുഭപ്രഭ എന്ന് പറയുന്ന ഒരു ഭാഷ്യം, വേദാന്ത സൂത്ര ഭാഷ്യത്തിന് ഒരു ഭാഷ്യം ഈ കേശവ കശ്മീരിയാണ് രചിച്ചത്. പിൽക്കാലത്ത് അദ്ദേഹം വലിയ പണ്ഡിതനും വൈഷ്ണവനുമായി തീർന്നു. ഇതെല്ലാം മഹാപ്രഭുവിൻ്റെ അനുഗ്രഹം കൊണ്ടിട്ട് അദ്ദേഹത്തിന് സാധ്യമായതാണ്. വൃന്ദാവൻ ദാസ് ഠാക്കൂർ ഇതിനെ ഇനിയും കൂടുതൽ വിശദമായി പറഞ്ഞിട്ടുള്ളതിനാൽ ഞാൻ ഇത്രയുമേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുകയാണ്, ചൈതന്യർ ഗോസാനീർ ലീല അമൃതേരധാര സർവേന്ദ്രിയ തൃപ്തഹയ ശ്രവണേയഹാര. ശ്രീ ചൈതന്യ മഹാപ്രഭു ചൈതന്യ ഗോസാനീർ ലീല, ചൈതന്യ ഗോസായിയുടെ ലീലകൾ അമൃതേരധാര, അമൃതത്തിൻ്റെ ധാരയാണ്. സർവ ഇന്ദ്രിയ തൃപ്തഹയ ശ്രവണേയഹാര, അതായത് ഇത് ശ്രവിക്കുന്നതിലൂടെ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും തൃപ്തിപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഇവിടെ ഉപസംഹരിക്കുന്നു. ഹരേ കൃഷ്ണ.